നമസ്കാരം. ഇനി നമുക്ക് ഭഗവത്ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഭാരതീയ സംസ്കാരം മുന്നോട്ട് വച്ചിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാവാൻ ഇടയില്ല. കാരണം 2000-ൽ പരം പതിപ്പുകളും 75ഓളം ഭാഷകളിലുമായിട്ട് ഗീത ചർച്ച ചെയ്യപ്പെടുകയും ചിന്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയരായ എല്ലാ ആചാര്യന്മാരും അവരുടെ മതം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവത്ഗീതയെ ആശ്രയിച്ചിട്ടും ഉണ്ട്. ഭഗവത്ഗീത അവർക്കെല്ലാം ഒരു വഴികാട്ടിയായി ഇരുന്നിട്ടുമുണ്ട്. ഈ ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. ഭീഷ്മപർവത്തിലെ 25-ാമത്തെ അധ്യായം മുതൽ 42-ാമത്തെ അധ്യായം വരെയാണ് ഗീത ഉള്ളത്. ശ്രീ ഭഗവാൻ യുദ്ധക്കളത്തിൽ തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനനെ പ്രബുദ്ധനാക്കുവാൻ വേണ്ടി ഉപദേശിക്കുന്ന ഭാഗങ്ങളാണ്. ഇതിനെ വേണമെങ്കിൽ ഒരു ടോക്ക് തെറാപ്പി ആയിട്ടും നമുക്ക് കണക്കിലെടുക്കാം. കാരണം തളർന്നിരിക്കുന്ന, നിഷ്ക്രിയനായിരിക്കുന്ന, തൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധിയെ നേരിടുന്നതിൽ വൈമുഖ്യം കാണിച്ചുകൊണ്ടിരുന്ന അർജുനനെ ആ വൈമുഖ്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ സജ്ജമാക്കുകയാണ് തൻ്റെ സംഭാഷണത്തിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തത്. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ ടോക്ക് തെറാപ്പിയിലും ഈ ഗീതയെ നമുക്ക് പെടുത്താം. ഗീത ഹോളിവുഡിൽ ഒരു ചിത്രമായി തീരാൻ കാരണമായിട്ടും ഉണ്ട്. 2000-ൽ പുറത്തിറങ്ങിയ ദ ലെജൻഡ് ഓഫ് ബാഗർ വാൻസ് എന്ന സിനിമയ്ക്ക് ആസ്പദമായത് ഗീതയിലെ ആശയങ്ങളാണ്. അതൊരു ഗോൾഫ് കളിക്കാരൻ്റെ കഥയാണ്. ഗോൾഫ് കളിക്കാരനായിട്ട് അർജുനനും അദ്ദേഹത്തിൻ്റെ ബാറ്റുകൾ ചുമക്കുന്ന കാഡി എന്ന് വിളിക്കും. ഗോൾഫുകാരൻ്റെ ബാറ്റുകളെ ചുമക്കുന്ന ആളെ കാഡി എന്നാണ് വിളിക്കുക. അദ്ദേഹത്തിൻ്റെ കാഡിയായിട്ട്, ഗോൾഫ് കളിക്കാരൻ്റെ കാഡിയായിട്ട് ഭഗവാനെയുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഭഗവത്ഗീത പല തലത്തിൽ നിന്ന് കേൾക്കാം. സാധാരണഗതിയിൽ നാം ഇന്ന് കേട്ടുവരുന്ന ഒരു തലമുണ്ട്. അങ്ങനെ അല്ലാതെയും ഭഗവത്ഗീത കേൾക്കാം. ഭഗവത്ഗീത വാസ്തവത്തിൽ പ്രധാനമായിട്ടും 4 പേരാണ് ആദ്യമായി കേൾക്കുന്നത്. പ്രധാനമായിട്ടും 4 പേര്. അതിലാദ്യത്തേത് ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹമാണ് ഗീത പറയുന്നത്. ഗീത പറയുമ്പോൾ, അർജുനൻ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നയാളും കേൾക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ തലത്തിൽ നിന്ന് കേൾക്കുന്നത്, ഭഗവാൻ പരമാത്മാവായതുകൊണ്ട്, പരമാത്മാവിൻ്റെ വാക്കുകൾ അപൗരുഷേയമായതുകൊണ്ട്, അപൗരുഷേയമായത് ശ്രുതി ആയതുകൊണ്ട് ശ്രുതിയുടെ തലത്തിൽ നിന്നുള്ള കേൾവി, അത് ശ്രൗതമായത്, അതാണ് ഏറ്റവും പ്രാമാണികമായ, ഏറ്റവും ഉന്നതമായ കേൾവി. രണ്ടാമത് അർജുനനാണ് ഇത് കേട്ടത്. അർജുനൻ തൻ്റെ അറിവുകളുടെയും തൻ്റെ ഓർമ്മകളുടെയും പശ്ചാത്തലത്തിലാണ് ഭഗവാൻ പറഞ്ഞതിനെ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. ഓർമ്മകളുടെയും അനുഭവിച്ച അറിവുകളുടെയും പശ്ചാത്തലത്തിലുള്ള കേൾവി, സ്മൃതിയുടെ തലത്തിലുള്ള കേൾവി, സ്മാർത്തമായ കേൾവി. ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വ്യാഖ്യാനങ്ങളും വാസ്തവത്തിൽ സ്മൃതിയുടെ തലത്തിലുള്ള, സ്മാർത്തമായ തലത്തിലുള്ള കേൾവിയാണ്. അതായത് അർജുനൻ കേട്ടതുപോലെ, അർജുനൻ കേട്ടു മനസ്സിലാക്കിയതുപോലെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്മാർത്തമായ തലമാണ് ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ളത്. ശ്രൗതമായത് ഒരു പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടാകാൻ ഇടയില്ല. ശ്രൗതമായത് ഗുരുമുഖത്തു നിന്ന് നേരിട്ട് കേട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുക. മൂന്നാമത് ഇത് കേട്ടയാൾ, മൂന്നാമത്തെ പ്രധാനി സഞ്ജയനാണ്. സഞ്ജയൻ ഇത് കേൾക്കുന്നത്, ഇത് ധൃതരാഷ്ട്രരോട് പറയുന്നത് 10 ദിവസങ്ങൾക്ക് ശേഷമാണ്. യുദ്ധക്കളത്തിൽ യുദ്ധം കാണാൻ പോയി തിരിച്ചു വന്ന സഞ്ജയൻ യുദ്ധത്തിൽ നടന്ന വിശേഷങ്ങൾ ധൃതരാഷ്ട്രരോട് പറയുമ്പോൾ ധൃതരാഷ്ട്രരിൽ ഉണർന്ന ആകാംക്ഷയ്ക്ക് സമാധാനമായിട്ടാണ് മഹാഭാരത യുദ്ധത്തെ സഞ്ജയൻ വരച്ച് കാണിക്കുന്നത് വാക്കുകൾ കൊണ്ട്. അതുകൊണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ധൃതരാഷ്ട്രരോട് സഞ്ജയൻ ഇത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് 10 ദിവസങ്ങൾക്ക് മുമ്പ് നടന്നത്, പഴയത്, പുരാണമായത് സഞ്ജയൻ കേട്ടതുപോലെ കേൾക്കുന്നത് പൗരാണിക തലം, പുരാണത്തിൻ്റെ തലം.
ധൃതരാഷ്ട്രര് കേട്ടതുപോലെ, നാലാമത്തെ പ്രധാനപ്പെട്ട ആൾ ധൃതരാഷ്ട്രരാണ്. ധൃതരാഷ്ട്രര് കേട്ടതുപോലെ കേൾക്കുക. എന്താ അതിൻ്റെ പ്രാധാന്യം? ധൃതരാഷ്ട്രര് എത്ര കേട്ടിട്ടും ധൃതരാഷ്ട്രരുടെ കണ്ണ് തുറന്നില്ല. കണ്ണു തുറക്കാത്ത വിധത്തിൽ കേൾക്കുന്നത് ലൗകികമായ കേൾവി. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മിക്കവാറും ധൃതരാഷ്ട്രരുടെ തലത്തിൽ നിന്നല്ലേ എന്നും ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം ഗീത അനവധി പ്രാവശ്യം പലരിൽ നിന്ന് കേട്ടുകഴിഞ്ഞിട്ടും തളർന്നിരുന്ന അർജുനൻ പ്രബുദ്ധനായതുപോലെ നമ്മൾ ആരും പ്രബുദ്ധരാകുന്നത് കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മളുടെ കേൾവി ധൃതരാഷ്ട്രര് കേട്ടതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതം ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം അർജുനൻ കേട്ടതുപോലെ ആയിരുന്നു നമ്മൾ കേട്ടിരുന്നത് എങ്കിൽ കേൾക്കുന്നതിന് മുമ്പ് കേട്ടതിന് ശേഷവും നമ്മളിൽ വ്യത്യാസം ഉണ്ടാകണമായിരുന്നു. പക്ഷേ ഇത് അനവധി പ്രാവശ്യം കേട്ടിട്ടും നമ്മളിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് എങ്ങനെയാ അത് ഉറപ്പിച്ചു പറയുക? ഗീത കേൾക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചിട്ടും ഈ നാട്ടിലെ അധർമ്മത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ഒട്ടും കുറവുണ്ടാകുന്നില്ല എന്നുള്ളതിൽ നിന്ന് ഗീത കേട്ടവരിൽ അത് വലിയ പരിവർത്തനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് നാം ധരിച്ചാൽ അതിൽ തെറ്റൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ കേൾവി മിക്കവാറും ധൃതരാഷ്ട്രര് കേട്ടതുപോലെയാണ്. എത്ര കേട്ടാലും കണ്ണു തുറക്കാത്ത കേൾവി, ലൗകികമായ കേൾവി. അപ്പോൾ 4 തലത്തിൽ നിന്ന് ഗീത കേൾക്കാം. ശ്രുതിയുടെ തലത്തിൽ നിന്ന് കേൾക്കാം, സ്മൃതിയുടെ തലത്തിൽ നിന്ന് കേൾക്കാം, പുരാണത്തിൻ്റെ തലത്തിൽ നിന്ന് കേൾക്കാം, ലൗകിക തലത്തിൽ നിന്ന് കേൾക്കാം. ശ്രൗതം, സ്മാർത്തം, പൗരാണികം, ലൗകികം, ഇങ്ങനെ 4 തരത്തിൽ നിന്ന് ഭഗവത്ഗീത കേൾക്കാം. ഭഗവത്ഗീത ഇവർ 4 പേര് മാത്രമല്ല കേട്ടിട്ടുള്ളത്, ഭഗവത്ഗീത മറ്റ് 2 പേരും കൂടി കേട്ടിട്ടുണ്ട്. ഒന്ന് അർജുനൻ്റെ കൊടിയിൽ സാന്നിധ്യം കൊണ്ടിരുന്ന ഹനുമാൻ സ്വാമി. അദ്ദേഹവും ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഈ മഹാരഹസ്യങ്ങളെ കേട്ടിട്ടുണ്ട്. അർജുനന് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഇത് മറ്റാരോടും പറയാൻ പാടില്ല, ഇത് അതീവ രഹസ്യമാണ്, ഇതങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അർജുനന് മഹാരഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഒരു ദിവസം നോക്കിയപ്പോൾ, ശ്രീകൃഷ്ണ ഭഗവാൻ നോക്കിയപ്പോൾ ഹനുമാൻ ഇരുന്ന് എന്തൊക്കെയോ പിറുപിറുക്കുന്നത് കാണാനിടയായി. അപ്പോൾ അദ്ദേഹം ഹനുമാനോട് ചോദിച്ചു, എന്താവോ അങ്ങ് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ മറുപടി പറഞ്ഞത്, അങ്ങ് അർജുനന് ഉപദേശിച്ചു കൊടുത്ത ആ മഹാതത്വങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഉരുവിടുകയാണ് എന്നാണ്. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ഓർമ്മ വന്നത്, ഈ കൊടിപ്പുറത്ത് ഇങ്ങേരി ഇരിപ്പുണ്ടായിരുന്നു എന്നും ഇദ്ദേഹം ഇത് മുഴുവൻ കേൾക്കുന്നുണ്ടായിരുന്നു എന്നും. അത് പറയുന്ന സമയത്ത് ഭഗവാൻ അത് ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഭഗവാൻ ഉടനെ ഹനുമാനോട് പറഞ്ഞു, ഹനുമാനെ, ഇത് അതീവ രഹസ്യമായ കാര്യമാണ്, ഇത് വേറെ ആരോടും നീ പറയാൻ പാടില്ല. ഹനുമാൻ അത് കേട്ടപ്പോൾ വിഷമമായി. ഹനുമാൻ ഭഗവാനോട് പറഞ്ഞു, ഇത്രയും വലിയ രഹസ്യം ഇത് വേറെ ഒരാളോടും പറയാതെ ഒളിപ്പിച്ചു വയ്ക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? രഹസ്യം മൂല്യമുള്ളതാകുന്നത് അത് 4 പേരറിയുമ്പോഴാണ്. ആരും അറിയാത്തൊരു രഹസ്യം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരേപോലെയാണ്. നമുക്കും രഹസ്യങ്ങൾ അറിയാമെന്ന് വരുമ്പോഴാണ് നമ്മൾ മൂല്യമുള്ളവരായിത്തീരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് രഹസ്യാത്മകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ താല്പര്യം കൂടുന്നത്. രഹസ്യങ്ങൾ പങ്കുവയ്ക്കുവാനും രഹസ്യങ്ങൾ അറിയുവാനുമുള്ള ത്വര മനുഷ്യനിൽ ആദ്യകാലം മുതൽ തന്നെ ഉണ്ട്. ഈ രഹസ്യം മൂല്യമുള്ളതാകുന്നത് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാമെന്ന് നിങ്ങളറിയുമ്പോഴാണ്. നിങ്ങളറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെന്ന് നിങ്ങൾ ഒരിക്കലും അറിയുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് വലിയ മൂല്യമൊന്നുമില്ല. എനിക്ക് മൂല്യമുണ്ടാകുന്നത്, എന്നെപ്പോലുള്ളവർക്ക് മൂല്യമുണ്ടാകുന്നത് അതിരഹസ്യമായ കാര്യങ്ങൾ അറിയാം. അതിരഹസ്യമായ കാര്യങ്ങൾ മറ്റാർക്കും അറിയാത്തതറിയാം എന്ന് മാത്രമല്ല, അതെനിക്കറിയാമെന്ന് ബാക്കിയുള്ളവർക്ക് അറിയുകയും കൂടി ചെയ്യാം. അപ്പോഴാണ് മൂല്യം ഉണ്ടാകുന്നത്. അപ്പോൾ രഹസ്യം മൂല്യമുള്ളതായി തീരുന്നത്
അത് പലരോടും പങ്കുവയ്ക്കുമ്പോഴാണ്. അതുമാത്രമല്ല ഹനുമാനെ വിഷമിപ്പിച്ചത്, ഈ രഹസ്യം കേട്ടാൽ കേൾക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായതും കൂടിയാണ്. ലോകത്തിന് ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യം രഹസ്യമാക്കി വയ്ക്കുന്നത് ശരിയാണോ എന്നും ഹനുമാൻ ചിന്തിച്ചു. ഇവിടെ ഓർമ്മ വരിക ശ്രീ രാമാനുജാചാര്യർ ചെയ്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അഷ്ടാക്ഷര മന്ത്രം അദ്ദേഹത്തിൻ്റെ ഗുരു ഉപദേശിച്ചു കൊടുത്ത കാലത്ത്, അന്ന് ബ്രാഹ്മണർക്ക് മാത്രമേ മഹാമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയുള്ളൂ, വിശേഷാൽ അഷ്ടാക്ഷര മന്ത്രം, മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷര മന്ത്രം. അഷ്ടാക്ഷര മന്ത്രം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനോട്, ശ്രീ രാമാനുജാചാര്യരോട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, ഇത് വേറൊരാളോടും പറയാൻ പാടില്ല, ഇത് അതീവ രഹസ്യമാണ്, ബ്രാഹ്മണർക്കല്ലാതെ മറ്റൊരാൾക്കും ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല. രാമാനുജാചാര്യ ചോദിച്ചു, ഇത് മറ്റുള്ളവർ ഇത് കേട്ടാൽ എന്താ ഗുണമുണ്ടാവുക? അഷ്ടാക്ഷര മന്ത്രം കേട്ടാൽ എന്താ ഗുണമുണ്ടാവുക? ഗുരുനാഥൻ മറുപടി പറഞ്ഞു, ഒരു സംശയവുമില്ല, കേൾക്കുന്നവർക്കെല്ലാം വൈകുണ്ഠപ്രാപ്തിയാണ് ഉണ്ടാവുക. ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ എന്താ ദോഷമുണ്ടാവുക? ഇത് അർഹതയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ നരകത്തിലായിരിക്കും പോവുക. ഗുരുനാഥൻ ഇത് പറഞ്ഞ് മന്ത്രമാഹാത്മ്യമൊക്കെ കേട്ട് കഴിഞ്ഞ ഉടനെ ശ്രീരാമാനുജാചാര്യർ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി സമീപ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചുകൂട്ടി, തനിക്ക് വിളിച്ചു കൂട്ടാൻ പറ്റുന്ന അത്ര ആൾക്കാരെ വിളിച്ചുകൂട്ടി ആ മട്ടുപ്പാവിൽ നിന്ന് അദ്ദേഹം ഉറക്കെ എല്ലാവർക്കും ഈ അഷ്ടാക്ഷര മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അഷ്ടാക്ഷര മന്ത്രം കേൾക്കുകയും അത് ജപിക്കുകയും ചെയ്യുന്നവർക്ക് വൈകുണ്ഠപ്രാപ്തിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഉപദേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞത്. അപ്പോൾ തൻ്റെ സമീപ പ്രദേശത്തുള്ളവർക്കെല്ലാം ഗുണം വരട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടി എല്ലാവരോടും ജാതിഭേദമന്യേ, എല്ലാവരോടും ജാതി ലിംഗഭേദമന്യേ എല്ലാവർക്കും അദ്ദേഹം അത് ഉപദേശിച്ചു കൊടുത്തു. ഈ പ്രവൃത്തിയെ കേട്ടറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് വല്ലാത്ത കോപം വന്നു. താൻ പറഞ്ഞതിനെ തൻ്റെ ശിഷ്യൻ ധിക്കരിച്ചു എന്ന് മനസ്സിലാക്കി ശിഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ചെയ്തത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചെയ്തത് തീരെ ശരിയായില്ല, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല, നരകമായിരിക്കും നിനക്ക് ഫലം. ശ്രീരാമാനുജാചാര്യർ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു, ഞാൻ ഒരാൾ നരകത്തിൽ പോയാലും കേട്ട ഇത്രയും ആൾക്കാർക്ക് വൈകുണ്ഠപ്രാപ്തിയായിരിക്കുമല്ലോ ഫലം, അത് എൻ്റെ ജീവിതത്തെ സാർത്ഥകമാക്കും. രാമാനുജാചാര്യരുടെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് വലിയ സന്തോഷമുണ്ടാവുകയും തൻ്റെ കോപമെല്ലാം മറന്ന് രണ്ട് കൈകളും വെച്ച് അദ്ദേഹത്തെ, തൻ്റെ ശിഷ്യനായ രാമാനുജാചാര്യരെ അനുഗ്രഹിക്കുകയും ചെയ്തു. മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ തനിക്കറിയാവുന്ന രഹസ്യങ്ങളെ ഉപയോഗിക്കുവാൻ മഹാത്മാക്കൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും. അത് തന്നെയാണ് ഹനുമാനിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പരമമായ രഹസ്യം കേട്ടാൽ ഗുണമുണ്ടാകുന്നത്, ആര് കേട്ടാലും കേൾക്കേണ്ടതുപോലെ കേട്ടാൽ ഗുണമുണ്ടാകുന്ന ഈ മഹാരഹസ്യം അല്ലയോ ഭഗവാനെ, ആരോടും പറയാതിരിക്കുന്നതിൽ എന്താണ് കാര്യം? ഭഗവാൻ അത് കേട്ടപ്പം സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, എന്നാലും ഹനുമാനെ, നീ ഈ രൂപത്തിൽ ഇത് ആരോടും പറയാൻ പാടില്ല. ഹനുമാൻ അത് ശിരസാ വഹിച്ച് മറ്റൊരു രൂപത്തിൽ അദ്ദേഹം കേട്ട ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതുകയും, സംസ്കൃത ഭാഷയിലല്ല അദ്ദേഹം എഴുതിയത് പൈശാചിക ഭാഷയിലാണ്. പൈശാചിക ഭാഷ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഭാഷ എന്നല്ല അർത്ഥം, പ്രാകൃത ഭാഷകളിൽ ഒന്നാണ്. സംസ്കൃതമായി ഉരുത്തിരിഞ്ഞു വരുന്നതിന് മുമ്പും സംസ്കൃതം ഉള്ള കാലത്തും നിലവിലുണ്ടായിരുന്ന ഭാഷകളിൽ ഒന്നാണ് പൈശാചിക ഭാഷ. പൈശാചിക ഭാഷയിൽ എഴുതിയ ഭഗവത്ഗീതയുടെ ഹനുമാൻ സ്വാമിയുടെ ഭാഷ്യം സംസ്കൃതത്തിലേക്കാക്കി ഇന്നും ലഭ്യമാണ്. പ്രിന്റിലില്ല, മറിച്ച് പ്രിന്റിലുണ്ടായിരുന്നു ഒരു കാലത്ത്, ഇപ്പോൾ അത് പ്രിന്റിലില്ല. പക്ഷെ അത് ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് ഇൻ്റർനെറ്റൊക്കെ ബ്രൗസ് ചെയ്താൽ കിട്ടാവുന്നതാണ് ഈ ഭാഷ്യം. ഹനുമാൻ സ്വാമിയാണ് പിന്നെ കേട്ടൊരാൾ വേദവ്യാസ മഹർഷിയാണ്. വ്യാസഭഗവാനാണ് ഇത് കേട്ടത്. 6 പേരാണ് അപ്പോൾ ഭഗവത്ഗീത ആദ്യമായിട്ട് ഫ്രഷായിട്ട് കേട്ടത്. ശ്രീകൃഷ്ണ ഭഗവാൻ, അർജുനൻ, ഹനുമാൻ സ്വാമി, വേദവ്യാസ ഭഗവാൻ, പിന്നെ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നമ്മളെക്കാളൊക്കെ മുമ്പേ കേട്ടു എന്നുള്ളത് അർത്ഥത്തിലാണ് ഫ്രഷ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്.
ധൃതരാഷ്ട്രരും സഞ്ജയനും. 6 പേരാണ് ഇത് കേൾക്കുന്നതെങ്കിലും 4 പേരുടെ കേൾവിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ആ 4 പേര് ശ്രീകൃഷ്ണ ഭഗവാൻ, അർജുനൻ, സഞ്ജയൻ, ധൃതരാഷ്ട്രർ. ഇവർ 4 പേരും ആണ്. ഈ ഗീതയ്ക്ക് 700 ശ്ലോകങ്ങളാണ് പ്രചാരത്തിലുള്ള. ഗീതയിൽ 700 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഗീതാമാനം എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ഭീഷ്മാദി ബഹുമാനനം എന്ന ഭാഗത്ത് ഗീതാമാനം, ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട് എന്ന് വൈശമ്പായനൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഗീതാമാനം എന്നാണ് അതിന് പേര് വിളിക്കുന്നത്. ഗീതയിൽ എത്ര ശ്ലോകങ്ങൾ, ആരൊക്കെ എത്ര ശ്ലോകങ്ങൾ പറഞ്ഞു എന്ന ഒരു കണക്ക് മഹാഭാരതത്തിലുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. 600 ശ്ലോകം 20 കൽപ്പിച്ചു കേശവൻ. 620 ശ്ലോകം കേശവൻ ചൊല്ലി. 57 അർജുനൻ ചൊല്ലി. 67 സഞ്ജയന്. ധൃതരാഷ്ട്രൻ ശ്ലോകമൊന്നു ഗീതയ്ക്കുള്ള കണക്കിതാം. ഭാരതാമൃത സർവസ്വം ഗീത കൊണ്ടു കടഞ്ഞുടൻ സത്തെടുത്തർജുനമുഖേ ഹോമിച്ചു കൃഷ്ണനിങ്ങനെ. അപ്പോൾ ഇത് കൂട്ടി നോക്കിയാൽ 620, 57, 67 ധൃതരാഷ്ട്രർ ചൊല്ലിയ ശ്ലോകം ഒന്നും കൂട്ടി നോക്കിയാൽ 745 ശ്ലോകങ്ങൾ ഉണ്ടാകണം ഗീതയിൽ. പക്ഷേ ഇന്ന് ലഭ്യമായ ഒരു ഗീതയിലും ഈ 745 ശ്ലോകങ്ങൾ ഇല്ല. പ്രചാരത്തിലുള്ള ഗീതകളിൽ 700 ശ്ലോകങ്ങളിലും പ്രചാരത്തിലുള്ള ഗീതകളിൽ ചിലതിൽ 701 ശ്ലോകങ്ങളും ആണുള്ളത്. പക്ഷേ കാശ്മീര പ്രദേശത്തിൽ, അത് കാശ്മീരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതിന് തെളിവൊന്നുമില്ലെങ്കിലും ആ പാഠഭേദത്തെ കാശ്മീര പാഠഭേദം എന്നാണ് വിളിക്കുന്നത്. കാശ്മീര പ്രദേശത്തിൽ പ്രചരിച്ചിരുന്ന ഭഗവത്ഗീത, അത് കാശ്മീര പ്രദേശത്ത് മാത്രമേ പ്രചരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതിന് തെളിവൊന്നുമില്ല. എങ്കിലും അങ്ങനെ വിളിക്കപ്പെടുന്ന കാശ്മീര പാഠത്തിൽ 716 ശ്ലോകങ്ങളാണ് ഉള്ളത്. 716 ശ്ലോകങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, പ്രചാരത്തിലുള്ള ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളിലും പാഠഭേദങ്ങളും അതിൽ ഉണ്ട്. പാഠഭേദങ്ങളോട് കൂടിയിട്ടാണ് കാശ്മീര പ്രദേശത്ത് പ്രചാരത്തിലുള്ള ഗീത ഉള്ളത്. നമ്മൾ ഈ വ്യാഖ്യാനത്തിന്, ഈ ചർച്ചയ്ക്ക്, വ്യാഖ്യാനമെന്ന് ഇതിനെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊരു ഗീതാ ചിന്തയായിട്ട് നമുക്കെടുക്കാം, ചർച്ചയായിട്ട് നമുക്കെടുക്കാം. ഈ ഗീതാ ചർച്ചയ്ക്ക് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക കാശ്മീരി പാഠവും അതിന് ശ്രീമദ് അഭിനവഗുപ്തപാദർ എഴുതിയ ഗീതാർത്ഥ സംഗ്രഹം എന്ന വ്യാഖ്യാനവുമാണ്. ശ്രീമദ് അഭിനവഗുപ്തപാദരുടെ ഗീതാർത്ഥ സംഗ്രഹത്തെ അടിസ്ഥാനമാക്കി മറ്റു വ്യാഖ്യാനങ്ങളിൽ പലതിനെയും നോക്കി നമ്മൾ ഗീതയെ ആനുകാലികമായി ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുകയാണ്. ഗീത പലരോടും പലതും പറഞ്ഞ ഗ്രന്ഥമാണ്. പല കാലഘട്ടങ്ങളിലായി ജീവിച്ചിരുന്നവരോട് അതതു കാലഘട്ടങ്ങളിൽ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ ഗ്രന്ഥമാണ് ഗീത. ഈ സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ ലോകം അനുദിനം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും അതേ സമയത്ത് തന്നെ ലോകത്തിൽ അനുദിനം ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അനുദിനം സ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്നതിന് പകരം അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ എങ്ങനെയാണ് ഗീത മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് നാം പ്രധാനമായിട്ടും ചിന്തിക്കാൻ പോകുന്നത്. ഗീതയുടെ ഒരു പുനർവായന ശ്രീമദ് അഭിനവഗുപ്തപാദാചാര്യരുടെ ഗീതാർത്ഥ സംഗ്രഹത്തെ ആസ്പദമാക്കി നാം നടത്താൻ പോവുകയാണ്. ഇതിൽ ഞാൻ പറയുക, നിങ്ങൾ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ഇത് കേൾക്കുന്നതിനോടൊപ്പം ചിന്തിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു ചർച്ചയാവുകയുള്ളൂ, യഥാർത്ഥത്തിലുള്ള പുനർവായനയാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ചിന്തയിലേക്ക് കടക്കുകയാണ്, ഭഗവത്ഗീതയുടെ ചിന്തയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഗീത വാസ്തവത്തിൽ ധൃതരാഷ്ട്രർക്ക് കേൾക്കാൻ വേണ്ടി സഞ്ജയൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മളും കേൾക്കുന്നത്.
സഞ്ജയൻ ധൃതരാഷ്ട്രരോട് ഒന്നും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ധൃതരാഷ്ട്രര് സഞ്ജയനോട് യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യുവാൻ ഈ ഗീത ലഭിക്കുമായിരുന്നില്ല ഒരുപക്ഷെ. അതുകൊണ്ട് ധൃതരാഷ്ട്രര് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഭഗവത്ഗീതയിൽ ഒരു പ്രാവശ്യം മാത്രം രംഗപ്രവേശം ചെയ്ത് പിന്നെ ഒരിക്കലും ആ രംഗത്തിൽ പ്രത്യക്ഷനായി കാണാതെ ഗീതയിലുടനീളം പശ്ചാത്തലത്തിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രര് ആരാണ് എന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതും നമുക്ക് ആവശ്യമായ കാര്യമാണ്. ധൃതരാഷ്ട്രർ എന്ന വാക്ക് നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം. പഴയ കാലത്ത് വാക്കുകൾക്ക്, മനുഷ്യരുടെ പേരുകൾക്ക് അർത്ഥം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതവും അവരുടെ പേരും തമ്മിൽ ഒരു പാരസ്പര്യം ഉണ്ടായിരുന്നു. മനുഷ്യർ എപ്പോഴും അവരുടെ പ്രവൃത്തികളെ അന്വർത്ഥമാക്കത്തക്ക വിധത്തിലുള്ള പേരുകളുള്ളവരായിരുന്നു. പേരുകളെ അന്വർത്ഥമാക്കത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികൾ ഉള്ളവരും, പ്രവൃത്തികൾ കൊണ്ട് പേര് നേടുന്നവരും, പേരിനെ ആക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും. അപ്പോൾ ജീവിതവുമായിട്ട് ബന്ധമുള്ള പേരുകളാണ് ഈ പുരാണ ഇതിഹാസങ്ങളിലുടനീളം നാം പരിചയപ്പെടുന്ന ആൾക്കാർക്ക് ഉള്ളത്. അതുകൊണ്ട് ധൃതരാഷ്ട്രരുടെ പേര് നമുക്കെടുത്തൊന്ന് വിശകലനം ചെയ്യാം. ആ പേര് നമ്മളൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യവും കൂടി മനസ്സിലാകും. ഈ കഥാപാത്രങ്ങളൊന്നും നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ളവരല്ല. ധൃതരാഷ്ട്രരും സഞ്ജയനും അർജുനനും ശ്രീകൃഷ്ണ പരമാത്മാവും ഭീമനും ഭീഷ്മരും ദ്രോണരും ദുര്യോധനനും യുധിഷ്ഠിരനും ഒക്കെ നമ്മളു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പുരാണ ഇതിഹാസങ്ങൾ വായിക്കുമ്പോൾ വിവിധ കഥാപാത്രങ്ങളിലൂടെ രംഗവേദിയിൽ ആടിത്തിമിർക്കുന്നത് നാം ഓരോരുത്തരും തന്നെ ആണ്. അതുകൊണ്ട് ഈ പുരാണ ഇതിഹാസങ്ങളിലൂടെയെല്ലാം മഹർഷീശ്വരന്മാർ വരച്ചു കാണിക്കാൻ ശ്രമിച്ചത് എൻ്റെയും നിങ്ങളുടെയും കഥ തന്നെയാണ്. ധൃതരാഷ്ട്രർ എന്ന വാക്കിൻ്റെ അർത്ഥം രാഷ്ട്രത്തെ ഏതൊരുവനാണോ ധരിച്ച് നിൽക്കുന്നത് അവൻ ധൃതരാഷ്ട്രർ. രാഷ്ട്രത്തെ ധരിച്ചു നിൽക്കുന്നവനാരോ അവൻ ധൃതരാഷ്ട്രർ. ധരിക്കുക എവിടം കൊണ്ടാണ്? ധാരണ ബുദ്ധിയുടെ പ്രക്രിയയാണ്. അപ്പോൾ ഏതൊരാളുടെ ബുദ്ധിയിലാണോ, ബോധത്തിലാണോ, അറിവിലാണോ ഈ രാഷ്ട്രമുള്ളത്, കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ ഏതൊരാളുടെ ബോധമാണോ രാഷ്ട്രം, സ്ഥലം, സ്പേസ്, ഈ സ്പേസ് മുഴുവനുമായി നിൽക്കുന്നത്, ഈ സ്പേസിനെ മുഴുവൻ ധരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്പേഷ്യലായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്, ഏതൊരാളുടെ ബോധമാണോ സർവത്ര വ്യാപിച്ച് കിടക്കുന്നത് ആ ആളാണ് ധൃതരാഷ്ട്രർ. പക്ഷേ ഈ ധൃതരാഷ്ട്രർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ധൃതരാഷ്ട്രര് ജന്മനാ അന്ധനാണ്. അന്ധനാണ് എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ണു കാണുകയില്ല എന്ന് മാത്രമല്ല, കണ്ണ് കാണാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ അന്ധൻ എന്ന് വിളിക്കുന്നത് എന്ന് ധരിക്കേണ്ട. കാണേണ്ടതുപോലെ കാണാത്തവരെല്ലാം അന്ധര് തന്നെയാണ്. നമുക്ക് കണ്ണുകളുണ്ടെങ്കിലും മറ്റ് ഇന്ദ്രിയങ്ങളുണ്ടെങ്കിലും അവയൊക്കെ പ്രവർത്തനക്ഷമമാണെങ്കിലും നാം നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവങ്ങളെ വേണ്ടതുപോലെ കാണുന്നില്ല എങ്കിൽ നമ്മളും അന്ധര് തന്നെയാണ്. അതുകൊണ്ട് കാണേണ്ടതിനെ, അറിയേണ്ടതിനെ അറിയാത്തവൻ കണ്ണുപൊട്ടനാണ്. ഈ പ്രപഞ്ചം മുഴുവനുമായി വ്യാപിച്ചു കിടക്കുന്ന ബോധമാണ് താൻ എന്നറിയുന്നതിനു പകരം താൻ അല്പവ്യാപിയാണ്, കാലത്തിലും ദേശത്തിലും അല്പവ്യാപിയാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നവരെല്ലാം ധൃതരാഷ്ട്രരാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ധൃതരാഷ്ട്രരാണ്. നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ഈ ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ബോധസ്വരൂപികളാണ്.
ഈ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ബോധസ്വരൂപികളായിട്ടുള്ള നമുക്ക് തോന്നുന്നത് നമ്മൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എവിടെയോ തുടങ്ങി എന്നോ അവസാനിക്കാൻ പോവുകയും ദേശത്തിൽ പരിമിതരാക്കപ്പെട്ടവരുമാണ് എന്നാണ്. കാലത്താലും ദേശത്താലും പരിമിതമാക്കപ്പെട്ടവരാണ് നാം എന്ന തോന്നലിലാണ് നാം ഓരോ ദിവസവും മുന്നോട്ട് നീക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ധൃതരാഷ്ട്രരാണ്. അതുകൊണ്ടും കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇതെല്ലാം പലവട്ടം കേട്ടിട്ടും ഒരു പക്ഷേ ഇത് കേൾക്കുന്നവരിൽ പലർക്കും ഭഗവത്ഗീത കാണാതെയും അറിയാമായിരിക്കും. ഇത് പലവട്ടം കേട്ടിട്ടും പലതവണ ഉരുവിട്ടിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ധൃതരാഷ്ട്രരാണ്. വാസ്തവത്തിൽ ആലങ്കാരികമായിട്ടും അതെ, യാഥാർത്ഥ്യമായിട്ടും അതെ. ധൃതരാഷ്ട്രര് അപ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ധൃതരാഷ്ട്രർക്ക് ഗീത പറഞ്ഞു കൊടുക്കുന്നയാളുടെ പേരും വളരെ അന്വർത്ഥമായതാണ്. സഞ്ജയൻ, സമ്യക്കാകും വണ്ണം ജയിച്ചിട്ടുള്ളവൻ. എന്തിനെയാണ് സമ്യക്കാകും വണ്ണം ഒരാൾ ജയിക്കേണ്ടതായിട്ടുള്ളത്? ഇന്ദ്രിയങ്ങളെ, വഴിവിട്ടു പോകുന്ന ഇന്ദ്രിയങ്ങളെ. അതൊക്കെ എങ്ങനെയാണ് ജയിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ കേൾക്കും. സാധാരണ രീതിയിൽ നാം കേട്ടതുപോലെയുള്ള കേൾവിയും ആയിരിക്കുകയില്ല. അത് ജയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കണ്ണിനെയും കാതിനെയും മൂക്കിനെയും മറ്റിന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് അവ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവയെ പിന്തിരിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. അതെന്താണ് എന്ന് വഴിയെ നമുക്ക് കേൾക്കാം. സമ്യക്കാകും വണ്ണം ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുള്ളവനാരോ അവൻ സഞ്ജയൻ. സമ്യക്കാകും വണ്ണം ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഉൾക്കണ്ണ് തുറക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് സഞ്ജയൻ ഈ യുദ്ധം കാണുന്നത് യുദ്ധക്കളത്തിൽ പോയിട്ടല്ല, മറിച്ച് ധൃതരാഷ്ട്രരുടെ കൂടെ ഹസ്തിനാപുരിയിൽ കൊട്ടാരത്തിലിരുന്നിട്ടാണ്. ഈ വരദാനം അദ്ദേഹത്തിന് കൊടുക്കുന്നത് വ്യാസഭഗവാനാണ്. വ്യാസഭഗവാൻ വാസ്തവത്തിൽ ഈ അനുഗ്രഹം ഉൾക്കണ്ണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ധൃതരാഷ്ട്രർക്കാണ്. പക്ഷേ കാണേണ്ടതു കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഉൾക്കാഴ്ചയുണ്ടാകുന്നത് അസഹ്യമായ കാര്യമാണ്. നമുക്കും അതുപോലെ തന്നെയാണ്. പറയാനൊക്കെ നമുക്ക് വലിയ താല്പര്യമാണ്, കേൾക്കാനുമൊക്കെ നമുക്ക് വലിയ താല്പര്യമാണ്. പക്ഷേ കേട്ടതുപോലെയും പറയുന്നതുപോലെയും ആയിത്തീരുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പറയും അത് ഇന്നത്തെ കാലത്ത് തീരെ പ്രായോഗികമല്ല എന്നും പറയും. അതുകൊണ്ട് ധൃതരാഷ്ട്രരെ പോലെ തന്നെയാണ് നമ്മളെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ധൃതരാഷ്ട്രർക്ക് വ്യാസഭഗവാൻ ഈ ഘോരമായ വിനാശകരമായ യുദ്ധം കാണാനുള്ള ഉൾക്കാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട, എനിക്കത് വേണ്ട. നമുക്കും അതേപോലെ തന്നെയാണ്. ഈ അന്ധകാരത്തിൽ, ഈ പരിമിതികൾക്കകത്ത് കാണേണ്ടതൊന്നും കാണാതെ കഴിഞ്ഞുകൂടാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ പരിമിതമായതിൽ കുറച്ചും കൂടി സുഖം കിട്ടുമോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്ക് കാണേണ്ടതുപോലെ കാണാൻ കാഴ്ച കിട്ടണേ എന്നുള്ളതല്ല പ്രാർത്ഥന. നാം കാണാതിരിക്കുന്നതിനകത്ത്, നമ്മൾ കാണാതിരിക്കുകയും നമ്മൾ അംഗീകരിക്കുകയും മാത്രം ചെയ്യുന്നതിനകത്ത് കൂടുതൽ സുഖമുണ്ടാകണേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ ആധ്യാത്മികതയും ഏറിയ പങ്ക് അത് തന്നെയാണ്. ധൃതരാഷ്ട്രരെ പോലെ വേദവ്യാസൻ നമ്മളോട് ആരോടെങ്കിലുമാണ് ഉൾക്കാഴ്ച തരാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളും പറയും വേണ്ട. അപ്പോഴാണ് സഞ്ജയൻ എടുത്ത് നിൽക്കുന്നത് കണ്ടത്. സഞ്ജയന് കൊടുക്കാം, എന്നാൽ സഞ്ജയന് കൊടുക്കാം. അങ്ങേക്ക് ഇനി എപ്പോഴെങ്കിലും ഈ യുദ്ധത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണം എന്ന് തോന്നുകയാണെങ്കിൽ സഞ്ജയനോട് ചോദിച്ചാൽ മതി. സഞ്ജയന് ഉൾക്കാഴ്ച കൊടുത്തു. ടെമ്പററിയാണ് ഈ ഉൾക്കാഴ്ച. ഈ യുദ്ധത്തിൻ്റെ പീരീഡ് മാത്രമേ ഉള്ളൂ ഈ ഓഫർ. യുദ്ധം കഴിഞ്ഞാൽ ഈ ഓഫർ ലാപ്സായി പോകും. യുദ്ധം തുടങ്ങിയാൽ ഉൾക്കാഴ്ച വർക്ക് ചെയ്യും. യുദ്ധം തീരുമ്പം ഇത് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യും. താത്കാലികമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയാണത്, പെർമനൻ്റ് അല്ല. താത്കാലികമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച അത് സഞ്ജയന് കിട്ടുകയാണ്. സഞ്ജയൻ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ആളും ആണ്, അത് കിട്ടാൻ യോഗ്യനുമാണ്. സഞ്ജയൻ കുറച്ചു കാലമൊക്കെ യുദ്ധം തുടങ്ങി കാത്തിരിക്കുകയാണ് സഞ്ജയൻ. ഇപ്പം ചോദിക്കും ആര്? ധൃതരാഷ്ട്രർ യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഓരോ ദിവസവും ചോദിക്കും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് സഞ്ജയൻ. ചോദിക്കുന്നില്ല.
കേൾക്കാൻ പോകുന്ന വാർത്തകൾ അശുഭകരങ്ങളാണോ എന്ന് തോന്നിയാൽ നമ്മളാരും പലതും കേൾക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ, ഒന്നുകൂടി പറയാമത്, കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ അശുഭകരങ്ങളാണോ എന്ന് സംശയമുണ്ടെങ്കിൽ വാർത്തകൾ കേൾക്കാൻ മടിക്കുന്ന നമ്മളെപ്പോലെ ധൃതരാഷ്ട്രരും ഒന്നും ചോദിച്ചില്ല. ധൃതരാഷ്ട്രർക്ക് വളരെ നന്നായിട്ടറിയാം, ആകാംക്ഷയുണ്ട് തന്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ. എന്താ കാരണം? ഏതൊരച്ഛനും ആ ഒരു ആകാംക്ഷ ഉണ്ടാകും. പരീക്ഷ എഴുതാൻ പോയ മകൻ എങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത് എന്ന ആകാംക്ഷ രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും. മകൻ ജയിക്കുമോ ഇല്ലയോ എന്ന് സംശയമുള്ള രക്ഷിതാക്കള് റിസൾട്ട് വരുമ്പം നോക്കാൻ പോകാൻ മടിക്കുകയും ചെയ്യും. അതേപോലെയാണ് ധൃതരാഷ്ട്രരുടെ കാര്യവും. ചോദിക്കുന്നില്ല. കേൾക്കേണ്ടത് മോശമായതാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കുറച്ച് ദിവസം കാത്തിരുന്നു. അടുത്ത് തന്നെ സഞ്ജയൻ ഇന്ന് ചോദിക്കും, നാളെ ചോദിക്കും, ഇപ്പം ചോദിക്കും, കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചൊന്നുമില്ല. ഇപ്പം സഞ്ജയൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ഞാനൊന്ന് യുദ്ധക്കളമൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം. ധൃതരാഷ്ട്രര് കുഴപ്പമൊന്നും പറഞ്ഞില്ല. സഞ്ജയൻ യുദ്ധക്കളത്തിലൊക്കെ പോയി. സഞ്ജയൻ ഒരു ഇമ്മ്യൂണിറ്റിയും കൊടുത്തിട്ടുണ്ട് വേദവ്യാസ ഭഗവാൻ. സഞ്ജയൻ യുദ്ധക്കളത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇപ്പോഴത്തെ പ്രസ് റിപ്പോർട്ടേഴ്സിനെ പോലെയാ. അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. വളരെ ദുർലഭമായിട്ടേ അവർക്ക് ആയുധങ്ങൾ കൊണ്ടുള്ള പ്രഹരം ഏൽക്കുകയുള്ളൂ പ്രസ് റിപ്പോർട്ടേഴ്സിന്. അതുപോലെ തന്നെയാണ് സഞ്ജയനും കിട്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി. ഈ സംഭവം നടക്കുന്ന എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാം. അദ്ദേഹത്തിന് ആയുധങ്ങളൊന്നും ഏൽക്കില്ല. ശസ്ത്രാസ്ത്ര പ്രഹരണങ്ങളൊന്നും അദ്ദേഹത്തിന് ഏൽക്കുകയില്ല. അപ്പം അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് യുദ്ധക്കളത്തിലൊക്കെ ഒന്ന് പോയി. അന്നായിരുന്നു ഭീഷ്മ പിതാമഹർ പതിക്കുന്നത്. 10ാമത്തെ ദിവസമായിരുന്നു അത്. അർജുനന്റെ ശരമേറ്റ് ഭീഷ്മ പിതാമഹർ നിലം പതിച്ച് കിടക്കുന്ന ദിവസമായിരുന്നു. നിലം പതിച്ച് കിടക്കാൻ പോകുന്ന ദിവസമായിരുന്നു. അദ്ദേഹം ചെന്നു ആ യുദ്ധക്കളത്തിലൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത അദ്ദേഹവും കേട്ടത്. ഭീഷ്മ പിതാമഹർ നിലം പതിച്ച വാർത്തയുമായിട്ടാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ അടുത്ത് തിരിച്ചു വരുന്നത്. ധൃതരാഷ്ട്രരോട് യുദ്ധക്കളത്തിൽ കണ്ട ചില കാര്യങ്ങളൊക്കെ ചോദിക്കാതെ തന്നെ സഞ്ജയൻ പറയാൻ തുടങ്ങി. നമ്മളും അങ്ങനെയാ. നമ്മളുടെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കണ്ട സംഭവങ്ങൾ ആരും ചോദിക്കണമെന്നൊന്നുമില്ല പറയാൻ. അതൊക്കെ ആരോടെങ്കിലും ഒന്ന് പറയണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതുപോലെ സഞ്ജയനും കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഒക്കെ അതിൽ ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലത് ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഒളിപ്പിച്ചു വെച്ച ആകാംക്ഷ പ്രകടം ആക്കേണ്ടി വന്നു. അങ്ങനെയാണ് ധൃതരാഷ്ട്രര് ഗീതയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലുന്നത്. ആ ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ നമുക്ക് പിന്നെ കേൾക്കാം. അങ്ങനെ ധൃതരാഷ്ട്രരും സഞ്ജയനും താത്കാലികമായിട്ട് മാത്രമാണ് സഞ്ജയന് ഉൾക്കാഴ്ച കിട്ടിയിട്ടുള്ളത്. 3ാമത്തെ കഥാപാത്രം അർജുനനാണ്. അർജുനനെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും നമ്മൾ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഗീതാ സന്ദർഭങ്ങളിൽ നമുക്കത് അവരെ വീണ്ടും കാണേണ്ടി വരികയും അവരെ നമുക്ക് കൂടുതൽ പരിചയപ്പെടേണ്ടി വരികയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് അത് നമുക്ക് തൽക്കാലത്തേക്ക് പിന്നത്തേക്ക് വയ്ക്കാം.